മുസ്ലിമീങ്ങളായ ആളുകൾ ഇതേപോലെ ബഹുദൈവാരാധനയിൽ അധിഷ്ഠിതമായ ആഘോഷങ്ങളെ തങ്ങളുടെ ഇസ്ലാം മതവിശ്വാസത്തിൻ്റെ ആഘോഷങ്ങളെക്കാൾ കൂടുതൽ ഉഷാറായി ആഘോഷിക്കുന്നത് നമ്മൾ കാണുന്നു. ഇത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പലരെയും തൃപ്തിപ്പെടുത്തുവാൻ വേണ്ടിയും പലരോടുമുള്ള വാശി തീർക്കാൻ വേണ്ടിയുമുള്ള ചില ശ്രമങ്ങളുടെ ഭാഗം മാത്രമാണ്. ഇല്ല എങ്കിൽ ഈ ഓണാഘോഷത്തിൻ്റെ ഭാഗമായി മുസ്ലിമീങ്ങളായ പെൺകുട്ടികളും അതേപോലെ തന്നെ ആണുങ്ങളുമെല്ലാം ഡാൻസ് കളിക്കുകയും ചാടുകയും തുള്ളുകയും ചെയ്യുന്ന കാഴ്ച നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. ഞാൻ ചോദിക്കട്ടെ, മുസ്ലിമീങ്ങളോട് ചോദിക്കട്ടെ, അമുസ്ലിമീങ്ങളായ ആളുകൾക്കും ഈ വിഷയം അറിയാം. മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇനി അവരുടെ പെരുന്നാൾ തന്നെയാണെന്ന് കരുതുക, നമ്മുടെ പെരുന്നാളാണ് എന്ന് കരുതുക, ഓണമല്ല, ക്രിസ്തുമസ് അല്ല, ഇസ്ലാമികമല്ലാത്തൊരു വേഷം ധരിച്ചുകൊണ്ട് മുസ്ലിമീങ്ങൾക്ക് പബ്ലിക്കിൽ പുറത്തിറങ്ങി നടക്കാൻ പാടുണ്ടോ? ഇസ്ലാമിൽ വ്യക്തമായ ഹിജാബുണ്ട്, പർദയുണ്ട്, നമുക്കറിയാം. നമ്മൾ തെറ്റല്ലേ ചെയ്യുന്നത്? 2, മുസ്ലിം പെൺകുട്ടികൾ പബ്ലിക്കിൽ ഓടുകയും തുള്ളുകയും ചാടുകയും ഡാൻസ് കളിക്കുകയും അന്യപുരുഷന്മാരുടെ കൂടെ മ്യൂസിക് ഇട്ടുകൊണ്ട് ഡാൻസ് കളിക്കുകയും ചെയ്യുന്നതിൻ്റെ ഇസ്ലാമിക വിധി എന്താണ്? അത് പാടില്ല എന്ന് നമുക്ക് അറിഞ്ഞുകൂടെ? നമ്മുടെ പെരുന്നാളാണെങ്കിൽ പോലും പാടില്ലാത്ത കാര്യമാണ് അന്യപുരുഷന്മാരുടെ കൂടെ തുള്ളുക, ചാടുക, ഡാൻസ് കളിക്കുക. ഈ പറയപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഇതെല്ലാം ഇസ്ലാം നിഷിദ്ധമാക്കിയ കാര്യങ്ങളാണ്. എന്നിരിക്കെ ഇതര മത ആഘോഷങ്ങൾ ആഘോഷിക്കുന്നു എന്നതിനപ്പുറത്ത് ഈ രൂപത്തിലുള്ള നിഷിദ്ധങ്ങളൊക്കെ ചെയ്യുന്നത് ആർക്ക് വേണ്ടിയാണ്? ആരെ തൃപ്തിപ്പെടുത്തുവാൻ വേണ്ടിയാണ്? ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം തെറ്റായ കാര്യങ്ങളാണല്ലോ ഇതെല്ലാം. ഇതിൻ്റെ പാപഭാരം ആരെങ്കിലും വഹിക്കാമെന്ന് ഏറ്റിട്ടുണ്ടോ? അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ മുസ്ലിമീങ്ങളായ ആളുകളെ കൊണ്ട് നിഷിദ്ധം ചെയ്യിപ്പിക്കാനുള്ള ചില തൽപര കക്ഷികളായ ആളുകളുടെ ശ്രമമല്ല എന്ന് നമുക്കെങ്ങനെ വിശ്വസിക്കാൻ സാധിക്കും? അതേപോലെ തന്നെ ഞാൻ ചോദിക്കട്ടെ, പള്ളികൾ, നമുക്കറിയാം മസ്ജിദുകളുടെ ഒരു അടിസ്ഥാനം തന്നെ എന്താണ്? അന്നൽ മസാജിദ ലില്ലാ ഫലാ തദ്ഉ മഅ അല്ലാഹി അഹദ. പള്ളികളെല്ലാം അള്ളാഹുവിനുള്ളതാണ്. അള്ളാഹുവിൻ്റെ കൂടെ നിങ്ങൾ വേറെ ആരെയും വിളിച്ചു പ്രാർത്ഥിക്കാൻ പാടില്ല. തൗഹീദിൻ്റെ ശുദ്ധമായ ഏകദൈവ ആരാധനയുടെ കേന്ദ്രങ്ങളാണ് പള്ളികൾ. അതേപോലെ തന്നെ ഇസ്ലാമിക വിശ്വാസ ആചാര അനുഷ്ഠാനങ്ങൾ വിശ്വാസികൾക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ട വേദികളാണ് മിമ്പറുകൾ. ഇസ്ലാമിക സംഘടനകൾ മുസ്ലിമീങ്ങളുടെ വിശ്വാസ ആചാരങ്ങളെയും അവരുടെ പൊതുവായ സംസ്കാരങ്ങളെയും എല്ലാം സംരക്ഷിക്കാൻ വേണ്ടി നിലകൊള്ളുന്നവരുമാണ്. അങ്ങനെയുള്ള ആളുകൾക്ക് ബഹുദൈവാരാധനയെ പ്രൊമോട്ട് ചെയ്യുക, ഇസ്ലാം പൂർണ്ണമായും നിരാകരിക്കുന്ന ആചാര അനുഷ്ഠാനങ്ങളുടെ വക്താക്കളായി മാറുക, അതെല്ലാം ശരിയാണോ? ഇനി വ്യക്തിപരമായി അവർക്ക് അങ്ങനെ അഭിപ്രായമുണ്ടെങ്കിൽ അത് വ്യക്തിപരമായ വേദികളിലേക്ക് മാറ്റുക എന്നതല്ലാതെ ഇസ്ലാമിൻ്റെ ഔദ്യോഗിക വേദികളെ ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുമ്പോൾ അത് യഥാർത്ഥത്തിൽ ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കുകയല്ലേ നമ്മൾ ചെയ്യുന്നത്? യഥാർത്ഥ ഇസ്ലാമിനെ നമ്മൾ മറച്ചു വെക്കുകയല്ലേ ചെയ്യുന്നത്? ആ വിഷയത്തിൽ നമ്മളൊരു അപകർഷതാബോധമുള്ള ആളുകളെപ്പോലെ പെരുമാറുകയല്ലേ ചെയ്യുന്നത് എന്ന് നമ്മളൊക്കെ പരിശോധിക്കേണ്ടതാണ്.